ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന ആരോപണം. കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതാണ് ഈ ആരോപണങ്ങൾക്കൊക്കെ അടിസ്ഥാനം. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്ന മറുപടിയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകിയത്. സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രമായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇവിടെ വച്ചാണ് ഉരുക്കിയതും മോഷണം നടത്തിയതും. സ്ഥാപനത്തിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി കേസിലെ പ്രതിയുമാണ്. പങ്കജ് ഭണ്ഡാരിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ന്യായീകരിച്ച മാധ്യമങ്ങളിലെത്തിയ ആളാണ് അവരുടെ വക്കീലായ കെ ബി പ്രദീപ്. അതേ കെ ബി പ്രദീപിനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനാണ് പുതിയ നിയമനമെന്ന് മുൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആരോപിച്ചു. യഥാർത്ഥത്തിൽ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ രൂപത്തിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ വന്ന പ്രമുഖന്മായ വക്കീലന്മാരിൽ ഒരാളാണ്. അതിൽ പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാണ് ശ്രീ പ്രദീപ്. ഇതിൻ്റെ അർത്ഥം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞൊഴിയുകയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. നിയമനത്തെക്കുറിച്ച് അറിയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പ്രതികരിച്ചു. എനിക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ. ഞാൻ അഭിപ്രായപ്പെട്ട ഒരു വിഷയമല്ല. നിങ്ങൾ ശബരിമലയിലേക്ക് വരും. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് മുൻ നിയമമന്ത്രി പി രാജീവും ആരോപിച്ചു. പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഇത്രമാത്രം വിവാദമായ വിശ്വാസ സമൂഹത്തെ വല്ലാതെ ഉലച്ച പ്രശ്നത്തിനകത്ത് ഗവൺമെന്റിന് വേണ്ടി വക്കീലാക്കി നിയമിക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടെയാണ് അസാധാരണവും ദുരൂഹവുമായ നിയമനം UDF സർക്കാർ നടത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.